അപ്പം ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? എന്താണ് അഭിപ്രായം? എൻ്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇടതുപക്ഷം മൂന്നാമത് കയറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഇനിയിപ്പോ ഒറ്റയ്ക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തൂക്ക് മന്ത്രിസഭ ആവുന്ന ഒരു ഘട്ടം വന്നാൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലാബലം വന്നാൽ തന്നെ BJP ഒരു നിർണായക ഒരു ശക്തിയായി മാറാം. BJP പിന്തുണയോടെ ഇടതുപക്ഷം ഭരിക്കുമോ? സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ എല്ലാരും ഇപ്പം സത്യം പറഞ്ഞ ഇപ്പൊ 3 പാർട്ടിയാണ് മത്സരിക്കുന്നത്. അല്ല 3 പാർട്ടിയാണ് മത്സരിക്കുന്നെങ്കിലും എല്ലാം ഒരു പാർട്ടിയാണ് ഫലത്തിൽ വരുമ്പോ. കാരണം കോൺഗ്രസ്സുകാർ പറയുന്നു CPM പിണറായി വിജയനൊക്കെ BJP സംഘപരിവാറാണ്. പിണറായി വിജയനും ടീമും പറയുന്നു VD സതീശനും ടീമും BJP ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആക്ച്വൽ BJP ഞങ്ങളാണ് ശരിക്കും BJP എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അത് ചുരുക്കി പറഞ്ഞ 2 പാർട്ടിയേ ഉള്ളൂ. ഒന്ന് BJP, മറ്റേത് വേറെ ആരാന്നുള്ളത് അവര് തീരുമാനമായിട്ടില്ല. അതാണ് കാര്യം. BJPക്ക് ഭയങ്കര ഒരു അവര് പോലും അറിയാതൊരു ബൂസ്റ്റിംഗ് അല്ലേ? എല്ലാരും നീയാണ് BJP, നീയാണ് ഈ BJP ആണ് എന്ന് പറഞ്ഞ് പരസ്പരം ആരോപിക്കുന്നതിന്റെ പിന്നിലെ ഒരു സത്യത്തിൽ അത് BJPക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുകയല്ലേ ചെയ്യാം. അവര് അങ്ങനെ വരുമ്പോ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ ഒരാള് BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, പക്ഷെ പുറത്ത് കാണുന്ന ചർച്ച മുഴുവൻ ഇതാണ്. അപ്പൊ ഇവൻ ചിന്തിക്കാൻ തന്നെ പിന്നെ BJPക്ക് വോട്ട് ചെയ്താൽ പോരെ. അതെ, അത് മാത്രമല്ല BJP ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഗുരുവായൂര് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഭയങ്കര ചർച്ചയായി. ഇയാള് വർഗീയത പറയുന്നു. നമ്മൾ നോക്കുമ്പം ഷാജി പറഞ്ഞിട്ടുണ്ട് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ മീഡിയ വണ്ണിൽ ജിമ്മി പുതിയൊരു ആങ്കർ വന്നല്ലോ. അപ്പൊ അവരും ദാവൂദും കൂടെയുള്ള ചർച്ചയില് അവരുടെ മറ്റേ 3 അടുപ്പുകൂട്ടി ചർച്ച, അതിനകത്ത് അവര് ഈ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഇത്ര ശതമാനം കുറവാണ്, ഈ മൊത്തം, അതായത് മൊത്തം മതം വെച്ച് തിരിച്ചിട്ടാണ് മുസ്ലിങ്ങൾക്ക് വോട്ട് തന്നെ തീരുമാനിക്കണം. എന്നിട്ട് മൊത്തം മതം വെച്ച് തിരിച്ചിട്ടാണ് എല്ലാം പറയുന്നത്. എന്നിട്ട് നമ്മള് ഗോപാലകൃഷ്ണൻ പ്രശ്നം